വരും ഞാൻ നിന്നരികിൽ, അന്നു തീരുമെൻ ദുരിതമെല്ലാം. എത്തും ഞാൻ എൻ്റെ പുത്തൻ വീട്ടിൽ, നിത്യകാലം വാഴുവാൻ. നാളിനിയുമേറെയില്ലിനി നാം ഒരുങ്ങിടാൻ നേരമാ. നാളിനിയുമേറെയില്ലിനി നാം ഒരുങ്ങിടാൻ നേരമാ. വാക്കു തന്നവൻ മാറിടാത്തവൻ, വാനമേഘത്തിൽ വന്നു ചേരാറായി. വാക്കു തന്നവൻ മാറിടാത്തവൻ, വാനമേഘത്തിൽ വന്നു ചേരാറായി. എത്തും ഞാൻ എൻ്റെ പുത്തൻ വീട്ടിൽ, നിത്യകാലം വാഴുവാൻ. കർത്തനോടൊത്തു വാണിടുന്ന നാൾ എത്രയാനന്ദം, എന്തോരാനന്ദം. എത്തും ഞാൻ എൻ്റെ പുത്തൻ വീട്ടിൽ, നിത്യകാലം വാഴുവാൻ. കർത്തനോടൊത്തു വാണിടുന്ന നാൾ എത്രയാനന്ദം, എന്നോരാനന്ദം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊടുങ്കാറ്റുകൾ, കൊടുങ്കാറ്റേറ്റ് അഴലുന്ന മനുഷ്യർ, കൊടുങ്കാറ്റ്, കഷ്ടതയുടെ കൊടുങ്കാറ്റുണ്ട്, നഷ്ടത്തിൻ്റെ കൊടുങ്കാറ്റുണ്ട്, ആപത്തുകളുടെ കൊടുങ്കാറ്റുണ്ട്, അനർത്ഥങ്ങളുടെ കൊടുങ്കാറ്റുണ്ട്, യാതനയുടെ കൊടുങ്കാറ്റുണ്ട്, രോഗത്തിൻ്റെ കൊടുങ്കാറ്റുണ്ട്, നിരാശയുടെ കൊടുങ്കാറ്റുണ്ട്. നിരാശയുടെ കൊടുങ്കാറ്റ് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്നതായ ഒരു വലിയ ആഘാതമായിരുന്നു നിരാശയുടെ കൊടുങ്കാറ്റ്. എന്തെല്ലാം പോയാലും ദൈവത്തിലുള്ളതായ ആശ്രയം പോകരുതല്ലോ. ചിലപ്പോൾ സ്വത്ത് നഷ്ടപ്പെട്ടു, ശരി, അല്ല ആരോഗ്യം നഷ്ടപ്പെട്ടു, ശരി, പല ജീവിത സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു, ശരി. പക്ഷേ മറക്കരുത്, ദൈവത്തെ മറക്കരുത്. ദൈവം ജീവിക്കുക, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, എല്ലാം കാണുന്നൊരു ദൈവം. ദൈവത്തിന് സ്തോത്രം. അതൊരു ചെറിയ വാക്കല്ല കേട്ടോ. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പകലും രാവും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ ചോട്ടടിയിൽ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തേത് മാത്രമല്ല, നാളത്തേതും കൂടി ദൈവം കാണുന്നു. നിത്യതയോളം നമ്മെ കാണുന്നു. ആ ദൈവത്തിലുള്ള ആശ്രയം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിലുള്ളതായ ആശ്രയം നഷ്ടപ്പെടരുത്. ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത്. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, സ്വത്ത് പോയാലും, ശരീരസൗഖ്യം പോയാലും, നമുക്ക് കിട്ടാവുന്ന ആദായ മാർഗങ്ങൾ പോയാലും, എല്ലാം പോയാലും നമ്മെ സ്നേഹിക്കുന്ന ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതായി ഉറപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. റോമർക്കെഴുതിയ ലേഖനം 8-28 വാക്യമാണ് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് നാം അറിയുന്നു. എല്ലാം നന്മയ്ക്കായി തീരും. അതൊരു വിശ്വാസമാണ്. ആ ഒരു ഉറപ്പ് വേണം നമുക്ക്. എന്ത് വന്നാലും ശരി, എന്ത് നഷ്ടം വന്നാലും ശരി, ഞാൻ നിരാശപ്പെടില്ല. നിരാശയുടെ കൊടുങ്കാറ്റിനെ വീഴിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്ത് വന്നാലും ശരി, ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒട്ടേറെ നിരാശയിൽ തളർന്നുപോയ മനുഷ്യനാണ് ഞാൻ. നിരാശപ്പെട്ട ജീവിതത്തിൽ മനസ്സ് മടുത്തുപോയ ഒരാളാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിരാശ എന്ന് പറയുന്നതിൻ്റെ സ്വഭാവത്തിൽ തന്നെ കലർന്നു പോയിരുന്നു. നിരാശ. ദൈവത്തിന് സ്തോത്രം. എല്ലാം തകർന്നു എന്ന് ഞാൻ വിചാരിച്ചതാണ്. എല്ലാം തകർന്നു. ജീവിതത്തിൻ്റെ ഭാവിയെല്ലാം കൂമ്പടഞ്ഞെന്ന് ഞാൻ വിചാരിച്ചതാണ്. പഠിത്തമിനി ഇല്ല എന്ന് വിചാരിച്ചതാണ്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയിരുന്നു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജീവിതം തീർന്നു പോയിരുന്നു. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എല്ലാം തീർന്നു പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യാശ തരുന്ന ദൈവം, അവിടെ ദൈവം തക്ക സമയത്ത് ഇടപെടും എന്നുള്ളത് യാതൊരു സംശയമില്ല. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവം വേണ്ട സമയത്ത് ഇടപെട്ട് പ്രവർത്തിച്ചു തരും. നാം വിചാരിക്കുന്നവരല്ല. ഈ ലോകത്ത് ഒരുപക്ഷെ
നാം പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് ഒരു സഹായം കിട്ടിയില്ലെന്ന് വന്നേക്കാം. പക്ഷേ വളരെ അപ്രതീക്ഷിതമായ സ്ഥാനങ്ങളിൽ നമുക്ക് സഹായം കിട്ടിയിരുന്നു വരും. ദൈവം അതെല്ലാം ഒരുക്കും. അതിനെല്ലാം ദൈവം എല്ലാം ക്രമീകരിച്ച് തരും. നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മ കാണും, ഡാനിയൽ ഡീഫോ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനെക്കുറിച്ച്. ഡാനിയൽ ഡീഫോ ഞാൻ ഇതിന് പറഞ്ഞിട്ടുണ്ട്. ഡാനിയൽ ഡീഫോ എഴുതിയ ഒരു പുസ്തകമാണ് ഇംഗ്ലീഷിലെ ആദ്യത്തെ ഒരു കഥാപുസ്തകം വേണമെങ്കിൽ പറയാം, നോവലല്ല, കഥാപുസ്തകം. റോബിൻസൺ ക്രൂസോ. റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നൊരു കഥാപാത്രം, അതൊരു കഥയാണ്, പക്ഷേ അത് വളരെ ആശയസമൃദ്ധിയുണ്ട്. റോബിൻസൺ ക്രൂസോ വളരെ അഡ്വഞ്ചറസ് ആയിരുന്നു, എന്നുവെച്ചാൽ സാഹസികനായിരുന്നു, വലിയ ധൈര്യശാലിയായിരുന്നു. ചെറുപ്പക്കാരൻ റോബിൻസൺ ക്രൂസോ അവൻ കപ്പൽ പോകുമ്പോൾ കപ്പലിൽ കയറി അവൻ ലോകം ചുറ്റാൻ ഇറങ്ങി. ഒരു രസമാണ് അവന്. ജീവിതം തന്നെ ഒരു തമാശ പോലെയാണ് അവൻ എടുത്തത്. കപ്പലിൽ കയറി കടലുകൾ ഇങ്ങനെ യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടെന്നൊരു ആപത്ത് വന്നു. കപ്പൽ ഉടഞ്ഞുപോയി, കപ്പൽ താണുപോയി. കപ്പലുള്ള എല്ലാവരും താണു, ഇവനും താണു. പക്ഷേ അവൻ മരിച്ചില്ല. അവൻ ഏതോ ഒരു പലകീറ്റിലോ മറ്റോ അവൻ്റെ കൈ കിട്ടി, അതിൽ തുഴഞ്ഞു നിന്നു. തിരമാലി അടിച്ചടിച്ച് അവനെ കരയിലേക്ക് കൊണ്ടുവന്നു. കരയിൽ കയറി മണൽപ്പുറത്ത് നിന്ന് അവൻ നടന്നു. അവൻ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും തിന്നാനൊന്നും കിട്ടുന്നില്ലല്ലോ. കുറേ കൂടി ഉള്ളിലേക്ക് നടന്നപ്പോൾ അവിടെ ചെറിയ കാട്ടിലെ ചില പഴങ്ങൾ, ചെടികളിൽ ചില പഴങ്ങൾ, അതൊക്കെ പറിച്ച് തിന്നു. വിശപ്പടക്കി, ദാഹവും മാറി, പിന്നെയും നടന്നു. അവനങ്ങ് നടന്ന് ഒരൊറ്റ മനുഷ്യനെ പോലും കാണുന്നില്ല. ആരുമില്ലാത്തൊരു ദ്വീപാണ്, മനുഷ്യരില്ലാത്തൊരു ദ്വീപ്, ചുറ്റും മഹാസമുദ്രം, ഒരു ചെറിയ ദ്വീപ്. അവൻ കരയിൽ നിന്ന് നോക്കിയപ്പോൾ, മണൽപ്പുറത്ത് നോക്കിയപ്പോൾ അങ്ങ് ദൂരെ കൂടി കപ്പലുകൾ പോകുന്നത് കാണാം. ചെറിയ പൊട്ടുപോലെ എത്ര ദൂരെയാണ് കപ്പലുകൾ പോകുന്നത് കാണാം. അവനോട് വിളിച്ചാലോ ചാടിയാലോ ഒന്നും കാണാൻ പറ്റുകയില്ലല്ലോ. അവൻ എന്നും ഇരുന്ന് വെളുക്കുന്നതും സന്ധ്യയാകുന്നതും പ്രഭാതമാകുന്നതും അങ്ങനെ ദിവസങ്ങൾ അവൻ എണ്ണി കഴിഞ്ഞു. അവന് തോന്നി ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു കൊച്ചു കുടിലുണ്ടാക്കാം, മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാമല്ലോ, പകലത്ത് വെയിലത്ത് വാടിപ്പോകാതിരിക്കാമല്ലോ, മഞ്ഞേൽക്കാതിരിക്കാമല്ലോ. അവൻ കാട്ടുമരങ്ങളുടെ കൊമ്പുകൾ അവൻ ഒടിച്ചെടുത്തു. എങ്ങനെ, വാക്കത്തിയൊന്നുമില്ല കയ്യിൽ, ഈ നല്ല മൂർച്ചയുള്ള കല്ല് അതുകൊണ്ട് ഇടിച്ച് ചതച്ച് മരങ്ങളുടെ കൊമ്പുകൾ ഒടിച്ചെടുത്തു. അവൻ അതുകൊണ്ട് തൂണ് നാട്ടി, അതുകൊണ്ട് ഒരു കഴുക്കോലും പട്ടികയും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളതായ ഒരു ചെറിയൊരു റൂഫ്, ഒരു മുകൾപ്പര അവനുണ്ടാക്കി. എൻ്റെ ഈ വൃക്ഷങ്ങളുടെ വലിയ ഇലകളുള്ള വൃക്ഷങ്ങളുടെ ഇലകൾ കൊണ്ടുവന്ന് അതെല്ലാം മേഞ്ഞു. അവൻ തന്നെയാണ് കഷ്ടപ്പെടുന്നത്. ദിവസങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്, ഒറ്റ ദിവസം കൊണ്ടല്ല. അനേക ദിവസത്തെ യത്നം കൊണ്ട് അവനെ ഒരു കൊച്ചു കുടിലുണ്ടാക്കി. അവൻ ഒരു ദിവസം അവൻ കാട്ടിൽ പോയി പഴങ്ങളൊക്കെ തിന്നിട്ട് വരുമ്പോഴേക്കും അവൻ കാണുന്നത് അവൻ്റെ കൊച്ചു കുടിൽ കത്തുകയാണ്. നാളുകളിലെ മാസങ്ങൾ എന്ന് പറഞ്ഞവണ്ണം കഷ്ടപ്പെട്ടുണ്ടാക്കി കുടിൽ കത്തുന്നു. കത്തി അമരുന്നത് അവൻ കണ്ടത്, ആളിപ്പട്ട തീയ്. അവൻ നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിലും എൻ്റെ ദൈവമേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ കുടിൽ അത് കത്തിപ്പോകാൻ നീ എന്നെ രക്ഷിച്ചില്ലല്ലോ. അങ്ങനെ അവൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിരാശയിലങ്ങ് ഏതാണ്ട് ഹൃദയം തണുത്ത് മരവിച്ചതുപോലെ അവൻ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കാം, ഒരു സൈറൺ. അത് നോക്കി പിറകിൽ ഒരു ബോട്ട് വരുന്നു. ഒരു അത്ഭുതം. ബോട്ട് കരയോട് അടുക്കാവുന്നിടത്തുള്ള അടുത്തിട്ട് അവിടെയുള്ളവർ വിളിച്ച് പറഞ്ഞു, ബോട്ടിലുള്ളവർ പറഞ്ഞു, നീ ഈ കടന്ന് ഈ ബോട്ടിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. അവൻ ബോട്ട് അങ്ങ് കരയിലേക്ക് അടുക്കില്ലല്ലോ, വെള്ളത്തിൽ കൂടി നടന്ന് ബോട്ടിൽ കയറി. ബോട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ ബോട്ട് ഓടിച്ചിരുന്ന ആൾ പറഞ്ഞു, എടാ മോനെ, നീ അത്രയും ഉയരത്തിൽ തീ കത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ അവിടെ ഒരു ആവശ്യക്കാരനുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞത്. അത്രയും ഉയരത്തിൽ തീ കത്തിച്ചത് നന്നായി, ഉപകാരമായി, അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു. അപ്പോഴാണ് റോബിൻസൺ ക്രൂസോ ഓർത്തത്, അപ്പോൾ അത് എൻ്റെ കുടിൽ കിടപ്പാടം കത്തിയെങ്കിലും അത് എൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നല്ലോ എന്ന്. ഈ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, അതിൽ കേട്ടിട്ടുണ്ടാകും.
അത്രയും ഉയരത്തിൽ തീ കത്തിയത് അവന് ഉപകാരമായി തീർന്നു. അവൻ്റെ കിടപ്പാട് കത്തിയത് ഉപകാരമായി തീർന്നു. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പേടിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഭയം മറ്റൊന്നുമല്ല. ഇങ്ങനെയുള്ളൊരു സ്ഥിതി വന്നാൽ ഞാനെങ്ങനെ നിൽക്കും? ഇങ്ങനെയൊരു സ്ഥിതി വന്നാൽ ഞാൻ ഇതെല്ലാം പ്രസംഗിച്ചു, പക്ഷേ ഞാനെങ്ങനെ നിൽക്കും? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിന്നെ എൻ്റെ ആശ്വാസം ഇതാണ്, ഇതുവരെ എന്നെ നടത്തിക്കൊണ്ടുവന്ന ദൈവം, ഇതുവരെ എന്നെ കൈപിടിച്ച് നയിച്ച് ഇവിടം വരെ എത്തിച്ച ദൈവം എൻ്റെ കാര്യം നോക്കും. ഞാൻ വീഴാൻ സമ്മതിക്കുകയില്ല, പ്രത്യാശ പങ്കാൻ അവൻ സമ്മതിക്കുകയില്ല, വിശ്വാസം ത്യജിക്കാൻ അവൻ സമ്മതിക്കുകയില്ല. എന്നെ കരിപിടിപ്പിച്ചു വന്ന് എന്നെ കൊണ്ടുവന്ന്, എന്നെ മെനഞ്ഞിതുവരെയും കൊണ്ടുവന്ന് എന്നെ നയിച്ചു കൊണ്ടുവന്ന കർത്താവ് ഞാൻ തളരാൻ സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, നിങ്ങൾ അത്രയെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിരാശകരമായ സാഹചര്യങ്ങൾ വരുമ്പോൾ എല്ലാം ദൈവം നന്മയ്ക്കാക്കി തീർക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതൊരു വലിയ കാഴ്ചപ്പാടാണ്. എന്തെല്ലാം വന്നാലും എൻ്റെ ജീവനുള്ള ദൈവം ദുഃഖിക്കാണ്ട് വരുത്തുകയില്ല, എൻ്റെ മനസ്സ് പതറുകയില്ല. പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് ജീവിതത്തിൽ അനുഭവിക്കാൻ വളരെ പ്രയാസമാണ്. എല്ലാം നന്മയ്ക്കായി എന്ന് നമ്മുടെ ഉള്ളം പറയണമെങ്കിൽ ക്രിസ്തുവുള്ളൊരു വിശ്വാസം വേണം. ക്രിസ്തുവുള്ള വിശ്വാസം. എന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, എൻ്റെ പരിപാലകൻ ഉറങ്ങുകയുമില്ല. എൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം എൻ്റെ കാൽ പാലിക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് എന്നെക്കുറിച്ച് കൽപ്പിക്കും. ഈ ഒരു വിശ്വാസം നമുക്ക് വരണം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പതറാതെ നിൽക്കാൻ പറ്റുകയുള്ളൂ. ഒരു ദൈവമുണ്ട്, കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജീവിക്കുന്നുണ്ട്, എൻ്റെ ഭാരങ്ങൾ അവൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ കുറേ കാലം ഇങ്ങനെ ജീവിച്ചു. ഈ ചിന്തിക്കാൻ എനിക്ക് പ്രതീക്ഷ ഇല്ലാത്ത സമയത്ത് ഒരു പക്ഷേ എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ ഈ ഭൂമി ഞാൻ കടന്നു പോകും. ഞാൻ ഒരു വലിയ നിത്യതയെ നേരിടുകയാണ്, വലിയൊരു നിത്യത. ആ നിത്യത അത് അനന്തതയാണ്. അതിനറുതിയില്ല, അതിനവസാനമില്ല, അതിനതിരില്ല. ആ നിത്യതയിൽ രാജാധിരാജനായ യേശുവുണ്ട്, നിത്യപിതാവായ ദൈവമുണ്ട്, ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്, അവിടെ സ്വർഗസേനകളുണ്ട്, മാലാഖമാരുടെ വൃന്ദമുണ്ട്, അവിടെ വിശുദ്ധന്മാരുടെ കൂട്ടമുണ്ട്. ആ നിത്യതയിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്ന ഈ ഭൂമിയിലെ ജീവിതം ഒരു സ്വപ്നമായിരുന്നുവെന്ന്. ഭൂമിയിലുണ്ടായിരുന്ന ജീവിതം ഒരു സ്വപ്നം. രാത്രിയിൽ 12 മണിക്കൂറുള്ളതിലൊരു 7 മണിക്കൂർ ഉറങ്ങിയിരിക്കട്ടെ, ആ 7 മണിക്കൂറിൽ അല്ല 6 മണിക്കൂറിൽ ഉറങ്ങിയ 6 മണിക്കൂറിൽ ഒരു 2-3 മിനിറ്റ് ഒരു സ്വപ്നം കാണുന്നു എന്നതുപോലെ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിലെ ജീവിതം. ഞാൻ അക്കരെ കടന്ന് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് വെറും വ്യർത്ഥമായിരുന്നല്ലോ ഭൂമിയിലെ ജീവിതം. ഇതെല്ലാം താൽക്കാലികമായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ താൽക്കാലികം, ഇവിടെ ഉണ്ടായ ദുരിതങ്ങൾ താൽക്കാലികം, ഇവിടെ ഉണ്ടാകുന്ന പലതരത്തിലുള്ളതായ പ്രത്യാഘാതങ്ങൾ, ആക്രമണങ്ങൾ, എതിർപ്പുകൾ എല്ലാം താൽക്കാലികം. ഒന്നും ഉണ്മയായതല്ല, ഒന്നും നിലനിൽക്കുന്നതല്ല. നിലനിൽക്കുന്നത് യേശുക്രിസ്തു മാത്രം. യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൻ്റെ രാജ്യവും യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും അതുമാത്രം നിലനിൽക്കുന്നു. അത് മനസ്സിലേക്ക് വരുംതോറും മനസ്സിൽ ഉന്മേഷം വർദ്ധിക്കുന്നു. അപ്പോഴാണ് സ്തുതി, അപ്പോഴാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ഒരു ദിവസം അക്കരെ ദേശത്തേക്ക് ഞാൻ ചെല്ലും, യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് ചെല്ലും, അവൻ്റെ ആണിപ്പാടുള്ള പാദം ഞാൻ മൊത്തും. ഈ ഒരു ഉറപ്പ് പാട്ടുകാരൻ പാടിയല്ലോ, നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും. നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും. ഭക്തിയിലാനന്ദ കണ്ണീർ ഞാൻ വീഴ്ത്തും, ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. 1000 നാവുകളാലും 16
അവർണ്യമാരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് സ്തുതിക്കും, നിത്യതയിൽ ഞാൻ എത്തും, തൻ്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മൊത്തും, ഭക്തിയിൽ ആനന്ദക്കണ്ണിന് ഞാൻ വീഴ്ത്തും, ഞാൻ ഇന്ന് സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രത്യാശ നിങ്ങൾക്കുണ്ടെങ്കിൽ നിരാശ വരില്ല. എന്ത് സംഭവിച്ചാൽ എന്താണ്? പരമാവധി സംഭവിച്ചാൽ എന്താ? മരണം, അതല്ലേ ഉള്ളൂ. പരമാവധി സംഭവിച്ചാൽ മരണം, അതല്ലേ ഉള്ളൂ. ആരെ എതിർത്താൽ എന്താണ്? പലരും നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ എന്താണ്? ആകെപ്പാട് എന്താ വരാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നത്? പരമാവധി എന്തെല്ലാം വന്നാലും ആകെപ്പാടുള്ളത് ഈ ഭൂമിയിലെ ജീവിതം തീരും, ഇത്രയല്ലേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ പ്രത്യാശ നിൽക്കുന്നു. എന്താണ് പ്രത്യാശ? ഞാൻ നിത്യതയിലെത്തും, അവൻ്റെ സ്തുതിക്കപ്പെടേണ്ടതായ പാദത്തിൽ ഞാൻ വീഴും, അവിടെ ഞാൻ മൊത്തും, അവനെ ചുംബിക്കും. എൻ്റെ യേശു എനിക്ക് വേണ്ടി ആണിയടിച്ച് തകർന്ന ആ പാദം ഞാൻ മുത്തുകയും ആ തിരക്തം പൊടിച്ചുകൊണ്ടിരിക്കുന്ന പാദത്തിൽ ഞാൻ എൻ്റെ ജീവിതം അർപ്പണം ചെയ്യുകയും ചെയ്യും. എൻ്റെ സകല സ്നേഹവും ഞാൻ അവിടെ അർപ്പിക്കും, എനിക്കുള്ളതെല്ലാം അവിടെ ഞാൻ അർപ്പിക്കും. സ്തോത്രം. ഈ ഭൗതിക ദേഹം വിട്ട് ആത്മാവ് കടന്നു ചെല്ലുകയാണ്. ഭൗതിക ദേഹം, നാം ഇന്ന് വസ്ത്രം ധരിച്ച് മറിക്കുന്ന ഈ ദേഹമുണ്ട്, നാം ഇന്ന് പൗഡറിട്ട് മിനുക്കുന്നതുകൊണ്ട് മുഖമുണ്ട്, നാം ഇന്ന് കോതി ചീകി വനയാക്കുന്നതുകൊണ്ട് തലമുടിയുണ്ട്. എല്ലാം വിട്ടു, എല്ലാം മാറി. ഈ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ അതേ ആത്മാവ്, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതായ ആത്മാവ് ഇത് പറന്നു പോകുന്നു. കൂട്ടിൽ നിന്ന് കിളി പറന്നു പോകുന്നത് പോലെ അങ്ങ് പറന്നു പോവുകയാണ്. കുറേ നേരത്തേക്ക് ആ കിളിയെ ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കാണുന്ന ചക്രവാളത്തിൻ്റെ അപ്പുറത്തേക്ക് കിളി അങ്ങ് പറന്നു പോയി കഴിഞ്ഞു. എന്നതുപോലെ നമ്മുടെ ആത്മാവ് അങ്ങ് പറന്നു പോകും. ഒരു ദിവസം അത് സംഭവിക്കുക തന്നെ ചെയ്യും. അന്ന് എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഞാൻ ചെല്ലുകയും മുഖാമുഖം കാണുകയും ചെയ്യും. എൻ്റെ കണ്ണ് അത്ഭുതം കൊണ്ട് വിടർന്നു പോകും. കണ്ണ് വിടർന്ന് ഞാൻ സന്തോഷത്തോടെ യേശുവിനെ കൺകുളിർക്കെ കാണും. ഹലോട്ട്, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ അരികിലേക്ക് ഞാൻ ചെല്ലും. നിത്യനായ ദൈവത്തെ ഞാൻ ഭജിക്കും, ഞാൻ പൂജിക്കും, അവനെ ഞാൻ ആരാധിക്കും. അവൻ്റെ പാദപീഠത്തിലെത്തും എൻ്റെ വിശുദ്ധന്മാർ ആഘോഷിക്കുന്ന ആ മഹത്വമേറിയ സദസ്സിൽ ഞാനും ചേരും. സ്തോത്രം. ഈ ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം, പിന്നെ നിരാശ വരില്ല. ഈ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ പല നാളുകൾ ചെന്നിട്ട് വേണ്ട സമ്പാദിക്കാൻ. ഈ പ്രത്യാശ കുറേ നാൾ ഉപവാസം എടുത്തിട്ട് വേണ്ട സമ്പാദിക്കാൻ, കുറേ നാളിരുന്ന് വചനം കേട്ട് അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചിട്ട് വേണ്ട സമ്പാദിക്കാൻ. ഈ പ്രത്യാശ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് വൈകാതെ കിട്ടണം, ഇപ്പോൾ തന്നെ കിട്ടണം. എങ്ങനെ? എൻ്റെ ഈ ജീവിതം മുഴുവൻ കർത്താവേ, എനിക്കിനിയൊന്നും ചിന്തിക്കാനില്ല, ഈ ജീവിതം നിൻ്റെ കൈകളിലേക്ക് ഞാൻ കൈമാറുകയാണ്. ഒരിക്കലായിട്ട് ഞാനിതാ നിൻ്റെ കരങ്ങളിലേക്ക് വയ്ക്കുകയാണ്. നാഥ, എനിക്ക് പറയാൻ വേറെ വാക്കുകളില്ല, ചിന്തിക്കാൻ വേറെ ചിന്തകളില്ല, എനിക്ക് ആലോചിക്കാൻ കാര്യമില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരേ ഒരു കാര്യം മാത്രം, എനിക്ക് വേണ്ടി ജീവൻ ത്യജിച്ച, എനിക്ക് വേണ്ടി തിരക്തം ചിന്തിയ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച എൻ്റെ രക്ഷകൻ്റെ ഭാഗത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ലക്ഷ്യമില്ല. സ്തോത്രം. ഇതാണോ നിങ്ങളുടെ തീരുമാനം? നിരാശകളെല്ലാം പോകും. എല്ലാ നിരാശയും, എന്തെല്ലാം നിരാശകരമായ സാഹചര്യങ്ങളുണ്ട്, എല്ലാം പോകും. പ്രതീക്ഷകളെല്ലാം മങ്ങിപ്പോകും. പേടിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങളെന്നും വേദന കേൾക്കാൻ വരുന്നു, വചനം ധാരാളം കേൾക്കുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് ഈ ഒരു ഉറപ്പ് പലർക്കും കിട്ടുന്നില്ല. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയാൽ എൻ്റെ പ്രിയൻ്റെ പാദപീഠത്തിൽ എത്തിച്ചേരും എന്നുള്ള ഉറപ്പ് കിട്ടുന്നില്ല. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ, തീർന്നു പോയാൽ, ഈ ലോകത്തുള്ളതിനെ എല്ലാം വിട്ട് ഞാൻ അപ്പുറത്തേക്ക് കടന്നു പോയാൽ എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ ഞാൻ എത്തുമെന്നുള്ളതായി ഉറപ്പില്ല. വിശുദ്ധന്മാരുടെ നിരയിലേക്ക് ഞാൻ ചെല്ലി വരുന്നുള്ള ഉറപ്പില്ല. പ്രിയപ്പെട്ടവർ, അതാണ് കുഴപ്പം. ആ ഉറപ്പ് എങ്ങനെ സമ്പാദിക്കാം? വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നിരാശയെല്ലാം മാറും. ആ ഉറപ്പ് സമ്പാദിക്കാം. എങ്ങനെ സമ്പാദിക്കാം? കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ഒന്നും ബാക്കി വയ്ക്കണ്ട. ഇല്ല കർത്താവേ, ഇല്ല, ഒന്നും ബാക്കിയില്ല. എനിക്ക് അറിയാവുന്നിടത്തോളം ഞാൻ എന്നെ തന്നെ മുഴുവനായി ഞാൻ തന്നിരിക്കുന്നു എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് വേണം.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. വൺസ് ഫോർ ഓൾ ഇറ്റ് ഈസ് കമ്മിറ്റഡ് ടു ഹിം. എൻ്റെ കർത്താവിന് വേണ്ടി മുഴുവൻ ഞാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, ഒരിക്കലായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നല്ലത്, ഇല്ലെങ്കിൽ നഷ്ടമാണ്. അത് പറഞ്ഞേ പറ്റൂ, ഉണ്ടാകണം, ഉറപ്പുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം നേടിയാലും എല്ലാം വിട്ടിട്ട് പോകും. എന്തെല്ലാം ഉണ്ടെന്ന് പറയട്ടെ. നമുക്ക് ജീവിക്കാൻ സുഖസൗകര്യങ്ങൾ കൊണ്ടെന്നിരിക്കട്ടെ, നമുക്ക് നല്ല ചുറ്റുപാടുകളും നല്ല സൗകര്യങ്ങളും ഉണ്ടെന്നിരിക്കട്ടെ. പക്ഷേ ഇതെല്ലാം വിട്ടൊരു ദിവസം നാം അപ്പുറത്തേക്ക് പറന്നു പോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ വന്ന് നിൽക്കും, ദുഃഖത്തോടെ നിൽക്കും. ആളും കടന്നു പോയല്ലോ എന്നോർത്ത് ദുഃഖിക്കും. പലരും കരഞ്ഞുകൊണ്ട് നിൽക്കും, ചിലരെ മ്ലാനോദരായി നിൽക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എല്ലാവരും വീർപ്പടക്കി നിൽക്കും, എല്ലാവരും വിതുമ്പലോടെ നിൽക്കും, എല്ലാവരും ഏങ്ങലടികളോടെ വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ശരീരത്തിൽ നിന്ന് ആത്മാവ് പറന്നകന്നു കഴിഞ്ഞു. ശരീരത്തിലുണ്ടായിരുന്ന ആത്മാവ്, അതുവരെ ഈ ശരീരത്തിൽ കുടികൊണ്ടിരുന്ന ആത്മാവ് പറന്നകന്നു കഴിഞ്ഞു. പിന്നെ ചെയ്യാവുന്ന എത്രയും വേഗം ഈ ശരീരം മറവ് ചെയ്യണമെന്നേ ഉള്ളൂ. എത്രയും വേഗം ശരീരം മറവ് ചെയ്യുക, പിന്നെ ചെയ്യാവുന്ന കാര്യം അതേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, എന്നാൽ ഈ ആത്മാവോ നിത്യനാഥനായ കർത്താവായ യേശുവിൻ്റെ പാദപീഠത്തിൽ അണഞ്ഞു കഴിയുന്നു. സ്തോത്രം. എന്തൊരു ശാന്തതയാണ്, എന്തൊരു സമാധാനമാണ്. ഇവിടെ ദുരിതമുണ്ട്, ഇവിടെ ദുഃഖമുണ്ട്, ഇവിടെ വേദനയുണ്ട്, ഇവിടെ രോഗമുണ്ട്, ഇവിടെ അപകടങ്ങളുണ്ട്, ഇവിടെ അനർത്ഥങ്ങളുണ്ട്, ഇവിടെ അത്യാക്രമണങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്നാൽ ഇതൊന്നുമില്ലാത്ത ദേശത്തേക്ക് നാം പറന്നു ചെല്ലുന്നു. സ്തോത്രം. എന്തൊരു മഹാഭാഗ്യം. ആ മഹാഭാഗ്യം നമുക്ക് തരാനാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ചന്ദ്രനിലേക്ക് പോകുന്ന വാഹനത്തിൽ, അതിനുവേണ്ടി പ്രത്യേകം സജ്ജീകരിക്കുന്ന വാഹനത്തിൽ കയറാനും അതിൽ ഇരുന്ന് ചന്ദ്രനിലെത്താനും നീൽ ആംസ്ട്രോങ്ങിന് വളരെ നാളത്തെ പരിശീലനം വേണമായിരുന്നു. ഇർവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും പരിശീലനം വേണമായിരുന്നു. അവർ ചന്ദ്രനിലെത്തി, ചന്ദ്രനിൽ കൂടി നടക്കുകയൊക്കെ ചെയ്തു. ചന്ദ്രനിൽ നിന്ന് കിട്ടിയതായ കല്ലുകളും മണലുകളും എല്ലാം ഇവിടെ ഈ എറണാകുളത്ത് സെൻറ് ആൽബർട്ട്സ് കോളേജിലേക്ക് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം കേൾക്കുന്നു, നാം വായിക്കുന്നു. ശരി, പ്രിയപ്പെട്ടവരെ, വളരെ നാളത്തെ പരിശീലനം വേണം. എന്നാൽ ഒരു പരിശീലനവും ഇല്ല, ട്രെയിനിങ് ഒന്നുമില്ല. ആകെ ഇതാ ഈ വാഹനത്തിൽ നാം അപ്പുറം ലോകത്തേക്ക് ചെല്ലുന്നു. ഏതാ വാഹനം? ക്രിസ്തു എന്ന വാഹനം. ക്രിസ്തുവാണ് വാഹനം. ക്രിസ്തു പോകുന്നിടത്ത് ഞാനും ചെല്ലുന്നു. എൻ്റെ പോക്കറ്റിൽ പേനയുണ്ടെന്നിരിക്കട്ടെ, ഈ പേന തിരുവനന്തപുരത്തെത്തണമെന്നില്ല. ഞാൻ പോയാൽ ഈ പേനയും തിരുവനന്തപുരത്തെത്തും. ഞാൻ എറണാകുളത്ത് പോയാൽ പേന എറണാകുളത്തെത്തും. എന്തുകൊണ്ട്? എൻ്റെ പോക്കറ്റിലുണ്ട്. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ യേശു ക്രിസ്തു എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയെല്ലാം ഞാനും ചെല്ലും. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നു പ്രിയരെ? മനസ്സിലാകുന്നു? ദൈവത്തിന് സ്തോത്രം. ഈ മഹാസൗഭാഗ്യമാണ് കർത്താവ് നമുക്ക് തരുന്നത്. നിരാശകളെല്ലാം മാറും, വിശ്വാസം ഉണരും. വിശ്വാസത്തോടെ നാം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നാം ദൈവത്തെ വർണ്ണിക്കും, ദൈവത്തെ സ്തുതിക്കും. ആവോളം ദൈവത്തെ സ്തുതിക്കും. ഒന്ന് മാത്രം, ജീവിതം ക്രിസ്തുവിന് കൈമാറുക. എനിക്ക് വേണ്ടി യേശു കൊടുത്ത വില തൻ്റെ സ്വന്തം രക്തമാണ്, ജീവരക്തമാണ് ഊറ്റിയത്. ആ രക്തം എനിക്ക് വേണ്ടി ഊറ്റിയത് കൊണ്ട് എനിക്കിന്ന് രക്ഷയ്ക്ക് മാർഗമായി. വെളിപ്പുകളുടെ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, നീ എണ്ണുന്നു. ഞാൻ പറന്നു വരുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. യേശുവിനോട് നിങ്ങളൊരു വാക്ക് പറയൂ. കർത്താവേ, ഇത്രയും കാലം പല കാര്യങ്ങൾ നിരാശപ്പെട്ട് ഞാൻ ജീവിച്ചു. ഇത്രയും കാലം ഞാൻ ഏറ്റവും നിരാശനായി, ഏറ്റവും ക്ഷീണിതനായി, പല കാര്യങ്ങളിലും അവശനായി, പ്രതീക്ഷിച്ച പല കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് പരവശനായി ഞാൻ ജീവിച്ചു. എൻ്റെ കർത്താവേ, ഇത്രയും കാലം നിരാശയുടെ കാലങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് പ്രത്യാശയുടെ ഒന്നാമത്തെ ദിവസം തുടങ്ങുകയാണ്. പ്രത്യാശ. യേശു ജീവിക്കുന്നു. എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു. യേശു എൻ്റെ പാവം പോക്കുവാൻ കുരിശിൽ മരിച്ചിരിക്കുന്നു. എൻ്റെ സകല പാവവും യേശു ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ ഏൽക്കേണ്ട ശിക്ഷ യേശു ഏറ്റിരിക്കുന്നു. എനിക്ക് നരകം ഒഴിവാക്കി തന്നിരിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു തന്നിരിക്കുന്നു. ഇതാ ഞാനും വരുന്നു കർത്താവേ, നിൻ്റെ പിന്നാലെ ഞാനും വരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യേശുവേ, നിൻ്റെ പിറകെ ഞാനും ഇതാ വരുന്നു. നീ പോയി അതേ കുരിശിൻ്റെ വഴിയിലൂടെ ഞാനിതാ നടന്നു വരുന്നു. യേശുവേ, ആ മുള്ളും കല്ലും ഉള്ളതായ പാതയിൽ കൂടി ഞാനിതാ നടന്നു വരുന്നു. വേച്ചും വീണും നടന്നുപോയ എൻ്റെ യേശു നടന്നുപോയ അതേ പാതയിൽ കൂടെ വേച്ച് വീഴുകയും അപ്പോൾ ചാട്ടവരോണ്ട് അടിയെടുക്കുകയും ചെയ്ത് കർത്താവ് വേദനയോടെ പൊളഞ്ഞ് കുരിശെടുത്തുകൊണ്ട് നടന്നുപോയ അതേ പാതയിൽ കൂടെ ഞാൻ ഇതാ അതിൻ്റെ പിന്നാലെ വരികയാണ്. കർത്താവേ, പലതും പ്രതികൂലമാണ്, സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. എന്നാലും ഞാനിതാ നിൻ്റെ പിന്നാലെ തന്നെയാണ് വരുന്നത്.
എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ ജീവിതം തുടങ്ങി തന്നവൻ അവസാനിപ്പിക്കാനും ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എനിക്കൊരാരംഭം തന്നവൻ നീ അവസാനിപ്പിക്കാൻ ശക്തനാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നീ ഒരു ആരംഭം എനിക്ക് തന്നതല്ലേ, നിൻ്റെ വചനം എന്നെ കേൾപ്പിച്ചതല്ലേ, നിൻ്റെ വചനം എനിക്ക് തന്നതല്ലേ. ആരംഭം തന്നവൻ, ആരംഭിച്ച് തന്നവൻ അവസാനിപ്പിക്കാൻ ശക്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ വരുന്നു. യേശുവേ, ഞാനിതാ വരുന്നു. എന്നെ നീ കൈക്കൊള്ളണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശുവിൻ്റെ വാക്ക് പറയൂ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നീ പോയ അതേ വഴിയിൽ കൂടി നടക്കും. ഹല്ലേലൂയ. അതേ വിശുദ്ധിയുടെ പാതയിൽ കൂടി നടക്കും, അതേ കഷ്ടതയുടെ പാതയിൽ കൂടി നടക്കും, അതേ ദുരിതത്തിൻ്റെ പാതയിൽ കൂടി നടക്കും, അതേ എതിർപ്പിൻ്റെ പാതയിൽ കൂടി നടക്കും. കർത്താവേ, കല്ലും മുള്ളുള്ള പാതയിൽ കൂടി നടക്കും. യേശുവേ, ഇതിന് പിന്നാലെ ഞാൻ നടക്കും. അതാ ഞാനിതാ വരുന്നു. സമർപ്പിക്കൂ, യേശുവിൻ്റെ വാക്ക് പറയൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഇന്ന് അടിയങ്ങളുടെ മധ്യത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വന്നതിനായി നന്ദിയോടെ സ്തോത്രം. അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ യോഗ്യരെങ്കിലും ഞങ്ങളെ ചേർത്തണപ്പാൻ തിരുമനസ്സായതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, തീരുമാനങ്ങൾ എടുത്തവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. ഭാരങ്ങൾ അകറ്റണമേ, രോഗങ്ങൾ മാറ്റണമേ, സമാധാനം നൽകണമേ. ജീവിതത്തിൽ നേരിടുന്നതായ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കൊടുക്കണമേ കർത്താവേ. ബാധകളും ബന്ധനങ്ങളും അകറ്റണമേ, കുടുംബസമാധാനം നൽകണമേ. എല്ലാവരെയും ശോഭനമായ ജീവിതം നയിക്കാൻ യോഗ്യരാക്കി തീർക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ ഒരു വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.